നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതാ വീണ്ടും ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യമായ ഇടവേളകളിൽ എങ്ങനെയാണ് രാഹുലിനെതിരെ യുവതികളുടെ ശബ്ദരേഖകൾ പുറത്തു വരുന്നത്? എങ്ങനെയാണ് ഇവ ചാനലുകളുടെ കയ്യിൽ കൃത്യമായി എത്തുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നിരന്തരമായ ഈ രാഹുൽ വധം ആട്ടക്കഥയ്ക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ, നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ സജീവമായ ഇടപെടലുകൾ രാഹുൽ മാങ്കൂട്ടം നടത്തിയിരുന്നു. BJP-കാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിക്കുന്നതുമായി അല്ലെങ്കിൽ തള്ളാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം സജീവമായി ഇടപെടുകയും BJP-യുടെ നീക്കത്തെ തകർക്കുകയും ചെയ്തിരുന്നു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുജനമധ്യത്തിലും രാഹുലിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഉണ്ടായി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു എന്നുള്ള ഒരു ധാരണ പ്രബലമായതോടെ, കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയേറുന്നു എന്നുള്ള ധാരണ പ്രബലമായതോടെ പെട്ടെന്ന് തന്നെ ചില കേന്ദ്രങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് രാഹുലിന് എതിരെയുള്ള ശബ്ദരേഖ പുറത്തുവിടുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേന്ദ്രങ്ങളിൽ ഇതിൽ BJP-കാരുണ്ട്, CPM-കാരുണ്ട്, കോൺഗ്രസിലെ ഒരു വിഭാഗവും ഉണ്ടെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. രാഹുലിനെ നിശബ്ദരാക്കാൻ 3 വിഭാഗങ്ങൾ, BJP, CPM, കോൺഗ്രസിലെ ഒരു വിഭാഗം ആഞ്ഞ് പരിശ്രമിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ 3 പാർട്ടികൾക്കുള്ളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് രാഹുലിനെതിരെ ഒരുങ്ങുന്ന ഗൂഢാലോചന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപശാലകളിൽ നെയ്തെടുക്കുന്നത് മാത്രമല്ല, 3 രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ അവരുടേതായ പങ്കുണ്ട്. ചില യുവതികളെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുള്ള നീക്കവും സജീവമായി ഉണ്ടത്രേ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. പല പ്രമുഖ നേതാക്കളും ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നുമുണ്ട്. എന്നാൽ രാഹുലിനെ എതിർക്കുന്ന ഒരു വിഭാഗം അതിശക്തമായി കോൺഗ്രസിലുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃത്വം നൽകുന്ന വിഭാഗമാണെന്നാണ് കോൺഗ്രസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വിഭാഗവും CPM-ലെ ഒരു വിഭാഗവും BJP അതിശക്തമായാണ് രാഹുലിനെതിരെ നീങ്ങുന്നത്. അതിശക്തമായെന്ന് വെച്ചാൽ BJP-യുടെ വിജയസാധ്യതകളെ എല്ലാം ചവിട്ടി മതിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. രാഹുൽ പാലക്കാട് സീറ്റിൽ നിന്നും മാറിയാൽ, അല്ലെങ്കിൽ പാലക്കാട് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നൽകിയില്ലെങ്കിൽ അവിടെ BJP ജയിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇപ്പോഴത്തെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് പാലക്കാട് നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പ്രശാന്ത് ശിവനെ വിജയിപ്പിക്കണമെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി ഉണ്ടാകാൻ പാടില്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെനാരിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷം. അങ്ങനെ വരുമ്പോൾ CPM-ന് ഏതായാലും രാഹുലിനെ അത്രയ്ക്ക് അങ്ങോട്ട് നോട്ടമിടേണ്ട കാര്യമില്ല. കാരണം പാലക്കാട് എന്നത് അവരുടെ സീറ്റല്ല എന്ന് അവർക്കറിയാം. രാഹുൽ മത്സരിച്ച് ജയിക്കുന്നതും പാലക്കാടാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുമെന്ന് CPM-ന് നന്നായി അറിയാം. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ ഏറ്റവും അധികം ആക്രമണം മുനക്കൂർപ്പിച്ചു വച്ച് പിണറായിക്കെതിരെ കടുത്ത ആക്രമണം നടത്തിയ യുവ നേതാക്കളിൽ പ്രമുഖനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മറ്റൊന്ന് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് ഈ 2 പേരെയും എങ്ങനെയെങ്കിലും കൂട്ടാനാണ് CPM ശ്രമിക്കുന്നത്. അതോടൊപ്പം കോൺഗ്രസിൽ രാഹുലിനെതിരെ ഒരു വലിയ നേതൃനിര, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിലൊരു വലിയ നേതൃനിര പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർക്കും ഇതിൽ പങ്കുണ്ടെന്നുമാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ രഹസ്യമായി നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുലിനെതിരെ വീണ്ടും ഇനിയും ചില ആരോപണങ്ങൾ പൊങ്ങി വരും. അതിന് കാർമ്മികത്വം വഹിക്കുന്നത് ഒരുപക്ഷെ ഈ 3 രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാകാം. നിരന്തരമായ വേട്ടയാടലിലൂടെ രാഹുലിനെ അടുത്ത തവണ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുക എന്നത് തന്നെയാണ് രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ 3 വിഭാഗങ്ങളുടെയും തന്ത്രം.
ഈ 3 വിഭാഗം എന്ന് ഉദ്ദേശിച്ചത് BJP-യിലെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ BJP-യിലെ പ്രമുഖ വിഭാഗം, CPM-ലെ ഒരു വിഭാഗം, CPM-ലെ എല്ലാവരും ഇല്ല, കോൺഗ്രസിലെയും ഒരു ചെറിയ വിഭാഗം, അതും കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഒന്നും ഇല്ല, പൊതുവെ കോൺഗ്രസ് പ്രവർത്തകരും അണികളും എല്ലാം രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിലെ ചില ആളുകൾ വളരെ ശക്തമായി രാഹുലിനെതിരെ നിലകൊള്ളുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുലിനെതിരെയുള്ള വേട്ടയാടൽ ഇനി നിരന്തരം തുടരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാലക്കാട് മത്സരിപ്പിക്കാതിരിക്കുക എന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ തന്ത്രം വിജയിക്കുന്നതുവരെ ഈ വേട്ടയാടൽ തുടരുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.